ബി പ്രതിഷേധം ആളിക്കത്തി അവസാനിച്ചു പോയി. ഇനിയാണ് നമ്മുടെ PSC വിഷയം ആളിക്കത്താൻ പോകുന്നത്. PSC വിഷയത്തിന് ഗതി മാറ്റാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് PSC കുറച്ച് തന്ത്രങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് PSC ഉദ്യോഗാർത്ഥികൾ CJP സമരത്തിൽ അവർ എവിടെയാണോ പ്രതിഷേധിച്ചത് അതേ ജന്തർ മന്ദറിന്റെ സ്ഥലത്തിന്റെ പേരുമായിട്ടുള്ള ഒരു ബാനർ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല പ്ലക്കാർഡുകൾ നിറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മറ്റു മന്ത്രിമാരെയും അതുപോലെ CJP വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവർക്കുമുള്ള നല്ല ട്രോൾ രൂപത്തിലാണ് PSC ഉദ്യോഗാർത്ഥികൾ കയ്യിൽ പ്ലക്കാർഡ് ഏന്തിയിരിക്കുന്നത്. അതിലൊരു കാര്യം മാത്രം നമുക്ക് പറയാം. അതായത് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ദില്ലിയിലേക്കൊന്നും നിങ്ങൾ പോവേണ്ട കേട്ടോ. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ആ ദില്ലിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിന് വേണ്ടി മാത്രം എത്തി നോക്കിയാൽ മതി എന്നുള്ള കമന്റുകളാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഇത് വെറും വാക്കുകളല്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിക്കിട്ടുള്ള നല്ല അസല് കൊട്ടാണ്. മുഖ്യമന്ത്രിക്കിട്ടുള്ള നല്ല അസല് കൊട്ടാണ്. ആരുടെ വക? PSC ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റുകാരുടെ വക. കാരണം അവരുടെ നേരെ ഒന്ന് മുഖം നോക്കാതെ മുഖം തിരിച്ച് അങ്ങ് ദില്ലിയിലേക്ക് പോയി പ്രതിഷേധം നടത്തി. അതായത് മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആണ്, നിങ്ങൾ ഇവിടെ വരണം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ പിടിയിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് സർക്കാർ ചെലവിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങ് ദില്ലിയിൽ പറന്നെത്തി നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബർത്ത്ഡേ പാർട്ടിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? അതായത് രാഹുൽ ഗാന്ധി വിളിച്ചത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് കുത്തിയിരിപ്പ് സമരം നടത്താനായിട്ട് അവിടെ ഇരുന്നു. മടിച്ച് ആ മുഖത്തെ 100% ചിരിയൊക്കെ മാറി വല്ലാതെ വിഷണ്ണനായിട്ടാണ് അവിടെ പോയിരുന്നത്. എന്നിട്ടും അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നിട്ട് ഒരു വാക്കുപോലും PSC ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ല. ഇതേ അദ്ദേഹം തന്നെയാണ് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ PSC ഉദ്യോഗാർത്ഥികളുടെ കൂടെയാണ് എന്ന് ഘോരഘോരം സംസാരിച്ച് അവരുടെ വോട്ട് നേടി അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നത്. ഇതാണോ കോൺഗ്രസിന്റെ പാരമ്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാനത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത് സാർ? കാരണം 10 വർഷമായി ഇവിടെ ഭരിച്ചവര് അതായത് ബന്ധു നിയമനവും പിൻവാതിൽ നിയമനവും കുത്തിക്കയറ്റി അതുവഴി അനർഹരായ പലരെയും കുത്തിക്കയറ്റിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇത്രയും ആളുകൾ കുത്തിയിരുന്ന് സമരം നടത്തുന്നത്. ആ കുത്തിയിരിപ്പ് സമരം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അവിടെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവിടത്തെ സാംസ്കാരിക പല നേതാക്കളും അതേപോലെ ആക്ടിവിസ്റ്റുകളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന സെലക്റ്റീവ് ചിന്താഗതിയുള്ള ആളുകൾക്കൊന്നും അതേപോലെ ഇവിടുത്തെ സിനിമാ നടന്മാർക്കൊന്നും, ഒരു സിനിമാ നടൻ പറഞ്ഞൊരു വാക്കുകളുണ്ട്, സിസ്റ്റത്തെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതിയല്ലോ, എല്ലാ വിഷയത്തിലും പ്രതികരിക്കണമെന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര നിർബന്ധം എന്നാണ് ചോദിക്കുന്നത്. എല്ലാ വിഷയത്തിലും പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു വിഷയത്തിലും പ്രതികരിക്കാതിരിക്കണം. ഇതിപ്പോൾ കേരളത്തെ പുച്ഛിച്ച് അങ്ങ് ദില്ലിയിൽ നടക്കുന്ന സമരത്തെ, വിദ്യാർത്ഥി സമരത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടത്തെ പഠിച്ച് രാപ്പകളില്ലാതെ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ കണ്ണടച്ച് അല്ലെങ്കിൽ അവരുടെ മുഖം തിരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ മണ്ണ് തിന്നല്ലാതെ അരി തിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളുടെയൊക്കെ ചായ്വ് എങ്ങോട്ടാണെന്ന്. ഇവിടുത്തെ സിനിമാ നടന്മാരെല്ലാവരും ഒരു സൈഡിലേക്ക് മാത്രം പ്രതിഷേധത്തെ വഴിതിരിച്ചു വിടാൻ നോക്കുന്നു. അതായത് അവരുടെ കണ്ണിൽ ദില്ലി പ്രൊട്ടസ്റ്റ് മാത്രമാണ് പ്രൊട്ടസ്റ്റ്, വിദ്യാർത്ഥികൾ അടിച്ചമർത്തുന്നു. പക്ഷെ ഇവിടെ കേരള നാട്ടിലെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തില് ഈ കാട്ടിക്കൂട്ടുന്ന പേയ്ക്കൂത്തുകൾക്ക്, അതായത് PSC ഉദ്യോഗാർത്ഥികൾക്ക് നേരെ കാണിക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദിക്കാനും സംസാരിക്കാനും അവരുടെ ശബ്ദമാകാനും നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. ഇനി ദില്ലിയിൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സമരമൊക്കെ അവസാനിപ്പിച്ച് രഞ്ജിത് ഹരിദാസ് ഇവിടെ കേരളം മണ്ണിൽ കാലുകുത്തിയപ്പോൾ രഞ്ജിത് ഹരിദാസ് കുറിച്ചൊരു കാര്യമുണ്ട്, പോസ്റ്റായിട്ട് കുറിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ശബ്ദമാകാം, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരൂ എന്നാണ്. ശരി, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത്രയും ദിവസമായിട്ടും അവിടെ യാതൊരുവിധ അനക്കവും വന്നിട്ടില്ല. അതായത് പ്രമുഖ നേതാക്കന്മാരാരും ദില്ലി കയറി ഇറങ്ങിയ നേതാക്കന്മാരാരും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ദില്ലിയിലേക്ക് പോയ നേതാക്കൾ ആരും കേരളക്കരയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് എത്തിയിട്ടില്ല. ഇത് തന്നെ അവരെ അവഗണിക്കുന്നതിന് തുല്യമല്ലേ? ഈ അവഗണന ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണോ അവര് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത്? അതോ കണ്ട ബന്ധു നിയമനത്തിന്റെ പേരിലും പിൻവാതിൽ നിയമനത്തിന്റെ പേരിലും കണ്ട് അനർഹരെല്ലാം കുത്തിക്കയറ്റി അർഹരായ അവരെ പുറത്തു നിർത്താൻ വേണ്ടിയിട്ടാണോ 10 വർഷക്കാലം ഇവിടെ പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഉണ്ടായ അതേ വിഴുപ്പ് ചുമക്കൽ ഇനിയും കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണോ VD സതീശൻ അധികാരത്തിൽ കയറിയത്? മാറ്റം വേണം. ആ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ 3.0 അധികാരത്തിൽ കയറുമെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച അവരുടെ അഹങ്കാരത്തിന്റെ നട്ടിന് തകർത്ത ഈ മലയാളി ജനത, അതായത് കേരളക്കരയ്ക്ക് വേണ്ടത് 10 വർഷം കൊണ്ട് നരയിപ്പിച്ച അതേ തിരിച്ചുള്ള കേരളം അല്ല,
മാറ്റത്തിന്റെ കേരളമാണ് വേണ്ടത്. കാരണം ഇവിടെ സമരം ചെയ്യാം എന്ന് വെച്ചിട്ട് ഒരു ഉദ്യോഗാർത്ഥികളുടെ സമരം ചെയ്യുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാതെ നിയമസഭയിലേക്ക് പോകുന്ന നിങ്ങളോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ.